എന്നിട്ട് തങ്ങളൊരു കഥ ഒരു സംഭവം പറഞ്ഞു. യഖ്ദുമു അലൈക്കും ഗദൻ, നാളെ ഒരു കൂട്ടം ആളുകൾ ഈ മദീനയിലേക്ക് വരും. ഹും അറഖു ഖുലൂബൻ ലിൽ ഇസ്ലാമി മിൻകും, നിങ്ങളെക്കാൾ ഹൃദയം ലോലമായ ആളുകൾ, ഇസ്ലാമിലേക്ക് ഹൃദയം ലോലമായി കടന്നു വന്ന ആളുകൾ നാളെ മദീന പള്ളിയുടെ മുറ്റത്തേക്ക് ചില ആളുകൾ വരാനുണ്ട്. അപ്പൊ സ്വഹാബികളൊക്കെ കാത്തിരുന്നു, ആരാണാവോ ആ വരുന്നത്? അവർ യമനികളായിരുന്നു, അശ്അരിയൂ. അബൂ മൂസ അൽ-അശ്അരി തങ്ങളുടെ നാട്ടുകാർ യമനികൾ. فقدم الأشعريون فيهم أبو موسى الأشعري. അബൂ മൂസ അൽ-അശ്അരി തങ്ങളടക്കമുള്ള അശ്അരികൾ മദീന പള്ളിയുടെ മുമ്പിലേക്ക് വന്നു. فلما دنوا من المدينة جعلوا يرتجزون ويقولون, മദീന പള്ളിയാണ് ആ കാണുന്നത്. എല്ലാവരും ഒന്ന് ശാന്തമായിരിക്കും, എല്ലാവരും ഒന്ന് ഒരുങ്ങി നിൽക്കിൻ, എല്ലാവരും ഒന്ന് റെഡിയാവിൻ. നമ്മളൊരു കവിത ചൊല്ലി, ഒരു പാട്ട് ചൊല്ലിയിട്ടാണ് കടന്നു ചെല്ലുന്നത്. വല്ലാത്ത രംഗമാണ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നാളെ വരുന്നു. അന്ന് GPS കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. തങ്ങൾക്ക് കിട്ടിയ വഹയാണ്. അല്ലാഹു അറിയിച്ചു കൊടുത്തു, നാളെ അവര് മദീനത്തേക്ക് എത്തും. അവർ മദീനയിലേക്ക് എത്തി. അവര് മുഴുവനും പറഞ്ഞു, നമുക്കൊരു ബൈത്ത് ചൊല്ലി മദീനയിലേക്ക് കടക്കാം. ഇവിടെ ദഫും മുട്ടി കുട്ടികളുടെ ബൈത്തൊക്കെ പാടുന്നില്ലേ? അതൊക്കെ അതിന്റെ ഭാഗമാണ്. غدا نلقى الأحباء محمدا وحزبا. എല്ലാവരും പാടാൻ തുടങ്ങി. غدا نلقى الأحباء محمدا وصحبا. غدا نلقى الأحباء محمدا وصحبا. നമ്മൾ ഇന്ന് മുഹമ്മദ് നബിയെയും അവിടുത്തെ സ്വഹാബിമാരെയും കാണാൻ വരികയാണ്. ഇത് പറഞ്ഞിട്ടാണ് അവർ പോരുന്നത്. നാളെയാണ് കാണുന്നത് എന്ന് യമനിൽ നിന്ന് പാടാൻ തുടങ്ങിയതാണ്. മദീനത്ത് വന്നപ്പോഴും അങ്ങനെ തന്നെയാ പാടിയത്. ഇന്ന് കാണുന്നു പറയാം അവിടെ. അൽയൗം, ഇന്ന് നിൽക്കൽ അഹിബ്ബ എന്ന് പറയാം. ഇന്ന് കാണും നമ്മുടെ പ്രിയപ്പെട്ടവരെ. അവരാരാണ്? മുഹമ്മദൻ വസ്വഹ്ബ. അത് മുഹമ്മദ് നബിയാണ്, സ്വഹാബികളാണ്. പക്ഷെ അവര് പാടിയത് ഗദന്നാണ്. യമനെന്നേ പാടി വരിക, നാളെ കാണും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് മദീന പള്ളിയിലേക്ക് വരുന്നത്. സ്വഹാബികൾ മുഴുവൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വല്ലാത്ത അവരാദ്യമായിട്ട് കാണാം. ആരും പറഞ്ഞില്ല ബിദ്അത്താട്ടോ, നബി തങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ടില്ല, ഈ ബൈത്ത് നിർത്തിക്കോളി പറഞ്ഞില്ല. അവര് ചൊല്ലി, തങ്ങളിത് കേട്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. محمدا وصحبا. غدا نلقى الأحباء محمدا وصحبا. മദീന പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ അൻസാരികളും മുഹാജിറുകളും ഇവരെ കണ്ടപ്പോ അവരെ കെട്ടിപ്പിടിക്കാൻ, യമനികൾ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ വന്നതാ. ഇസ്ലാമിൽ ആദ്യമായി ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ ആലിംഗനം ചെയ്യുന്ന മുആനഖത്ത്, അതാദ്യം കൊണ്ടുവന്നത് അശ്അരികളായിരുന്നു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ആദ്യം കൊണ്ടുവന്നത് അവരാണ്. അവരങ്ങ് കെട്ടിപ്പിടിച്ചു, വാരിപ്പുണർന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ഞങ്ങൾ നടത്തിയ യാത്രയാണിത്. അതെങ്ങനെയെന്നറിയോ? യമനിൽ നിന്ന് അവര് എത്യോപ്യയിലേക്കാ പോയത്, നജാഷി രാജാവിന്റെ നാട്ടിലേക്ക്. യമനിൽ നിന്ന് പിന്നെ മക്കയിലേക്ക്, ഹബശയിൽ നിന്ന് മക്കയിലേക്ക് കപ്പൽ കയറി. അങ്ങനെയാ പിന്നെ അവർ വരുന്നത്. ഒരു വിഭാഗം, വേറെ വിഭാഗം നേരെ എത്യോപ്യയിൽ പോയി. എത്യോപ്യയിൽ നിന്ന് പിന്നെ ഹിജ്റ 6-ാം വർഷം മദീനയിലേക്ക് പോയി. ഇങ്ങനെ ഹിജ്റ ചെയ്ത ആൾക്കാരായ യമനികൾ. നമുക്കിവിടെ ഒരുപാട് യമനി കുടുംബമുണ്ട്. പാണക്കാട് കുടുംബം അടക്കം, ശംസുൽ ഉലമ തങ്ങളുടെ കുടുംബം അടക്കം യമനിൽ നിന്ന് യാത്ര ചെയ്തു വന്നവർ. അതൊരു ഒരു പവിത്രതയുള്ള ഒരു നാടാണ്. ഹദീസിലൊക്കെ അങ്ങനെയാണ്, അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. ഈമാൻ യമനികളുടേതാണ്, ഇൽമ് യമനികളുടേതാണ്, ഹിക്മത്ത് തത്വജ്ഞാനം അത് യമനികളുടേതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ആദ്യമായി ഇങ്ങനെ ഒരു മുആനഖത്ത്, മുസാഫഹത്ത് എന്നതിന് പറയാം. പക്ഷെ ഈ മുസാഫഹത്തല്ല, കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് ആദ്യമായി തുടങ്ങിയത് അവരാണ്. അവര് പാടിയ പാട്ടാണ് ഗദൻ നൽഖൽ അഹിബ്ബാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പാട്ടുപാടി വഫാത്തായ ഒരു സ്വഹാബിയുണ്ട്. അതാരാ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ഭാര്യ ഇങ്ങനെ കരഞ്ഞപ്പോ
ഷാമിലാണ്, സിറിയ ഡമസ്കസിലാണ്. വഫാത്താകാൻ കിടന്നപ്പോ വാ കർബാ വാ ബിലാല വാ ഹുസ്ന, എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ, എന്റെ ബിലാലേ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ കരയുമ്പോ വാ ത്വറബാ, എന്റെ ആനന്ദമേ, വാ ത്വറബാ, സന്തോഷമേ, വാ ത്വറബാ. മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ബിലാൽ എന്നവര് എന്റെ സന്തോഷമേ, എന്റെ ആനന്ദമേ, ഗദൻ അൽഖൽ ഹിബ്ബ മുഹമ്മദൻ വസഹ്ബ പാടി, നാളെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കാണുന്നത്, അതായത് മുഹമ്മദ് നബിയെയും അവിടുത്തെ സ്വഹാബിമാരെയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ബിലാൽ തങ്ങളുടെ വഫാത്ത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.